ഇലോൺ മസ്ക് ഭാവിയെ സ്വപ്നം കാണുന്ന മനുഷ്യൻ. ഇന്നത്തെ ലോകത്ത് സാങ്കേതിക വിദ്യയും സംരംഭകത്വവും ഒരുമിച്ച് മനുഷ്യരാശിയുടെ ഭാവിയെ മാറ്റിമറിക്കുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപോലെ ആരാധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക്. ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ ബഹിരാകാശ യാത്രകൾ വരെ, കൃത്രിമ ബുദ്ധിയിൽ നിന്ന് മനുഷ്യ മസ്തിഷ്ക കമ്പ്യൂട്ടർ ബന്ധം വരെ, ഭാവി മനുഷ്യ ജീവിതത്തിന്റെ രൂപരേഖ തന്നെ മാറ്റുന്ന ആശയങ്ങളാണ് മസ്ക് മുന്നോട്ട് വെക്കുന്നത്. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രീറ്റോറിയയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. പിതാവ് എറോൾ മസ്ക് ഒരു എഞ്ചിനീയർ ആയിരുന്നു. മാതാവ് മെയ് മസ്ക് ഒരു മോഡലും ഡയറ്റീഷ്യനും. ബാല്യകാലം മുതൽ തന്നെ മസ്കിന് പുസ്തകങ്ങളോടും കമ്പ്യൂട്ടറുകളോടും അസാധാരണമായ താല്പര്യമുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കുകയും സ്വന്തം കൈയാൽ തയ്യാറാക്കിയ ഒരു വീഡിയോ ഗെയിം വിൽക്കുകയും ചെയ്തു. ഈ അനുഭവങ്ങളാണ് ഭാവിയിലെ വലിയ സംരംഭകന്റെ വിത്തായി മാറിയത്. മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി മസ്ക് ആദ്യം കാനഡയിലേക്ക് കുടിയേറി. പിന്നീട് അമേരിക്കയിലെത്തി. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്ന് ഫിസിക്സിലും എക്കണോമിക്സിലും ബിരുദം നേടി. പഠനകാലത്ത് തന്നെ ലോകത്തെ മാറ്റുന്ന ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദാർശനിക മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് മസ്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1990കളിൽ സഹോദരനോടൊപ്പം ആരംഭിച്ച Zip2 എന്ന സോഫ്റ്റ്വെയർ കമ്പനി വിൽക്കപ്പെട്ടതോടെയാണ് മസ്കിന് ആദ്യ വലിയ വിജയം ലഭിച്ചത്. തുടർന്ന് അദ്ദേഹം ആരംഭിച്ച X.com പിന്നീട് പേപാൽ ആയി മാറി. ഓൺലൈൻ പേയ്മെന്റ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. പേപാൽ വിറ്റതിലൂടെ ലഭിച്ച പണം ആഡംബര ജീവിതത്തിനായി ഉപയോഗിക്കാതെ മനുഷ്യരാശിയുടെ ഭാവിയെ മാറ്റുന്ന വലിയ സ്വപ്നങ്ങളിലേക്കാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. 2002 സ്ഥാപിതമായ സ്പേസ് എക്സ് മസ്കിന്റെ ഏറ്റവും ധൈര്യമായ സംരംഭങ്ങളിൽ ഒന്നാണ്. മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കാൻ തയ്യാറാക്കുക എന്നതാണ് സ്പേസ് എക്സിന്റെ ദീർഘകാല ലക്ഷ്യം. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ച് ബഹിരാകാശ യാത്രയുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സ്പേസ് എക്സിന് സാധിച്ചു. 2026ഓടെ മാർസിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കമ്പനി ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. ടെസ്ല INC വഴി ഇലോൺ മസ്ക് വാഹന വ്യവസായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് വാഹനങ്ങളെ ലോകമെമ്പാടും ജനപ്രിയമാക്കുന്നതിൽ ടെസ്ല നിർണായക പങ്കുവഹിച്ചു. മോഡൽ S, മോഡൽ 3, മോഡൽ Y, സൈബർ ട്രക്ക് തുടങ്ങിയ വാഹനങ്ങൾ വാഹന ലോകത്തിന്റെ ഭാവി ദിശ തന്നെ മാറ്റി. ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ, റോബോ ടാക്സികൾ തുടങ്ങിയ ആശയങ്ങൾ 2026ഓടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ടെസ്ല. ഇലോൺ മസ്കിന്റെ കാഴ്ചപ്പാട് ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. XAI എന്ന സ്ഥാപനത്തിലൂടെ അദ്ദേഹം കൃത്രിമ ബുദ്ധിയുടെ ഭാവിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. AI മനുഷ്യരാശിക്ക് സഹായകരമാകണമെന്നതോടൊപ്പം അതിന്റെ അപകടങ്ങളെക്കുറിച്ചും മസ്ക് തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതോടൊപ്പം ന്യൂറാലിങ്ക് എന്ന സ്ഥാപനത്തിലൂടെ മനുഷ്യ മസ്തിഷ്കവും കമ്പ്യൂട്ടറുകളും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും നടക്കുന്നു. നാഡീരോഗങ്ങൾ ചികിത്സിക്കാനും ഭാവിയിൽ മനുഷ്യശേഷി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും എന്നതാണ് ലക്ഷ്യം. മസ്ക് ഒരു പ്രചോദനാത്മക വ്യക്തിത്വമായിരുന്നാലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, ജോലി സംസ്കാരത്തെക്കുറിച്ചുള്ള നിലപാടുകൾ എന്നിവ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അപകടങ്ങൾ ഏറ്റെടുക്കാനും പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനും അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് ഇന്നത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇലോൺ മസ്ക് ഒരു സാധാരണ വ്യവസായിയല്ല. അദ്ദേഹം ഒരു ഭാവിദർശിയാണ്. മനുഷ്യരാശിയുടെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ. വൈദ്യുതി, ബഹിരാകാശം, കൃത്രിമ ബുദ്ധി, മനുഷ്യശേഷി ഈ മേഖലകളിലെല്ലാം മാറ്റത്തിന്റെ തീപ്പൊരി തെളിയിച്ച വ്യക്തിയാണ് മസ്ക്. അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം വിജയിക്കണമെന്നില്ല. എന്നാൽ അസാധ്യം എന്ന വാക്കിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ലോകത്തിന് നൽകിയതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഇലോൺ മസ്ക് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു.